ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഡയമണ്ട് കട്ട്സിൻ്റെ ഒരു റെസിപ്പി നോക്കാം. ഇത് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ലെറ്റ്സ് ട്രൈ ഇറ്റ്. ഇതിനു വേണ്ടി 2 കപ്പ് മൈദ എടുക്കുക. അതിൻ്റെ കൂടെ 3/4 ടീസ്പൂൺ ഉപ്പ്, 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത് നമുക്കൊന്ന് സീവ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു വിസ്ക് കൊണ്ട്. ഇതിൻ്റെ കൂടെ 1/2 മുട്ട ചേർക്കുക. 2 കപ്പ് മൈദയ്ക്ക് 1/2 മുട്ട മതിയാവും. അതിനുശേഷം 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുക. എന്നിട്ടെല്ലാം കൂടി നല്ലവണ്ണം ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കുക. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം കുഴച്ചെടുക്കുക. അധികം വെള്ളം ആയി പോകരുത്, ചിലപ്പോൾ എണ്ണ അധികം കുടിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് 1/2 ടീസ്പൂൺ കറുത്ത എള്ള് കൂടിയിട്ട് ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു നനഞ്ഞ തുണിയിട്ട് അടച്ചു വെക്കാം. അതിനുശേഷം 2ആയിട്ട് ഈ ബോൾ ഭാഗത്ത് വെച്ചിട്ട് ഓരോന്ന് നമുക്ക് നല്ലവണ്ണം കനം കുറച്ച് പരത്തിയെടുക്കാം. ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുത്ത് പരത്തിയെടുക്കണം, അല്ലെങ്കിൽ ഡയമണ്ട് കട്ട്സ് ആക്കുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. നല്ലവണ്ണം പൊടി ഇട്ട് കൊടുത്തോണം. ഒരു പിസ്സ കട്ടറോ നൈഫോ എടുത്ത് നമുക്ക് സ്ലാൻറ്റിംഗ് ആയിട്ട് ഒരു വശത്തു നിന്ന് കട്ട് ചെയ്യാം. പിന്നെ മറ്റേ സൈഡിൽ നിന്നും കട്ട് ചെയ്ത് ഡയമണ്ട് ഷേപ്പിലാക്കി നമുക്ക് വറുത്ത് പോരാം. ഇതിൻ്റെ ഇടയ്ക്ക് എണ്ണ ചൂടാൻ വെച്ചാൽ നന്നായിരിക്കും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇത് വറുത്ത് പോരാം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം തീ ഇതിൻ്റെ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് ബ്രൗൺ ആയി പോകും. മീഡിയം ഫയറിൽ നമുക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യത്തെ ലോട്ട് റെഡിയായി വരുന്നുണ്ട്. ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിത് കോരാൻ ഇപ്പം ടൈം ആയിട്ടുണ്ട്. ഇത് വറുത്ത് കോരിയാൽ ഉടനെ നമുക്ക് ഇതിൻ്റെ പുറത്ത് പൗഡേർഡ് ഷുഗർ ഒന്ന് ഡസ്റ്റ് ചെയ്യണം. തണുത്ത് കഴിഞ്ഞാൽ ചിലപ്പം ഈ പഞ്ചസാര അതിൻ്റെ പുറത്ത് പിടിക്കുകയില്ല. നമുക്ക് സെക്കൻഡ് ബാച്ച് ഫ്രൈ ചെയ്യാം. സെക്കൻഡ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് വറുത്ത് കോരാം. അപ്പോൾ ഇവിടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഡെലിഷ്യസ് ഡയമണ്ട് കട്ട്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.